ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു നൈറ്റി വെച്ചിട്ട് ഒരു സ്കേർട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ഈ ഒരു നെക്ക് ഡിസൈന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നൈറ്റിയുടെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു പട്ട പോലെ തയ്ച്ചിട്ടുള്ളത് ഊരിയെടുത്തതിന് ശേഷമാണ് സ്കേർട്ട് തയ്ച്ചെടുക്കുന്നത്. ഞാനിത് റിമൂവ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ അത് ഫുള്ള് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. ആ ഭാഗത്ത് കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ മേലത്തെ ഭാഗം കളയരുത്. പ്ലീറ്റ്സിന് എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നൈറ്റി കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന സ്കേർട്ടല്ലേ. അപ്പോൾ എന്തെങ്കിലും പ്ലീറ്റ്സിൽ വല്ല കുറവൊക്കെ വന്നാൽ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് അരവണ്ണത്തിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ ലെയറിൻ്റെ ലെങ്ത് എടുക്കുന്നത് 10 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ്, പിന്നെ ഇലാസ്റ്റിക് മടക്കി അടിക്കാനും എല്ലാം മടക്കാണ് ഞാൻ 10 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് ആ ഒരു ഭാഗത്ത് മടക്കി തുന്നാനും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ അരവണ്ണത്തിനനുസരിച്ചിട്ടും ലെങ്ത്തിനനുസരിച്ചിട്ടും ചെയ്ത് കൊടുക്കുക. ഈ ഒരു മോഡലിൽ നമുക്ക് വലിയവർക്കും സ്കേർട്ട് തുന്നിയെടുക്കാം. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കയറി ഇറങ്ങി നിൽക്കുന്നതൊക്കെ ഒപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അരവണ്ണത്തിൻ്റെ ഭാഗത്തുള്ള വീതി ഞാൻ 4 മടക്കിൽ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 മടക്കിൽ 11 ഇഞ്ച്. അടിഭാഗത്തും 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ മൊത്തം ലെങ്ത് എടുക്കുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 11 ഇഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത 2 ലെയറും 11 ഇഞ്ച് വീതം തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 10 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് തയ്യൽ തുമ്പും. അതാ ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് കൂടെ കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം നമുക്ക് ഈ പീസിനോട് യോജിപ്പിച്ചെടുക്കണം. ഇവിടെ ഈ ഒരു തയ്യലിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഒപ്പാക്കിയെടുക്കുക. ഈ ഏറ്റവും അടിയിലുള്ള ഈ ഒരു പീസിൻ്റെ ഈ മടക്കി അടിച്ച ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത്ത് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അഴിച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. പ്ലീറ്റ് വെച്ചിട്ട് തുന്നേണ്ടതാണ്. ഇതിന് മുന്നേ ഞാൻ വേറൊരു സ്കേർട്ട് ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ പഴയ നൈറ്റി കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഒരുപാട് പ്ലീറ്റ്സ് ഒന്നും ഇതിൽ നിന്ന് കിട്ടില്ല. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഈ 2 പീസും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. അരഭാഗത്തെ പീസാണ് ഇത് രണ്ടും. ഇലാസ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം ഒന്ന് ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് ആദ്യം ഒരു തയ്യൽ കൊടുക്കണം. എന്നിട്ട് വേണം ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം മടക്കിയടിക്കാൻ. ഇനി ഇലാസ്റ്റിക് എത്ര ഇഞ്ചിൻ്റെയാണോ എടുക്കുന്നത് അതിൻ്റേതാ ഇതുപോലെ ഉണ്ട് മടക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് ഇലാസ്റ്റിക് എടുത്ത് മാറ്റിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സൈഡിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ഞാൻ 2 പീസും കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കേർട്ടിലേക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് പിടിപ്പിക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ പഴയ നൈറ്റി വെച്ചിട്ട് ചെയ്യുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നൂല് വലിച്ചിട്ട് ചെയ്യുന്ന മാതിരി അങ്ങനത്തെ പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ട് അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് പോവാം.
ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു 2 പീസ് യോജിപ്പിച്ചെടുത്തത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ലെയർ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അഥവാ നമ്മൾ താഴേക്ക് വയ്ക്കുന്തോറും വീതി കൂടി കൂടി വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റ്സ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്നുള്ള പീസൊക്കെ യോജിപ്പിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നെക്ക് ഡിസൈൻ ചെയ്ത ആ ഒരു പീസ് മാത്രമേ കേടായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നൈറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല. നല്ല കളറും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്കേർട്ടായിട്ട് തുന്നിയത്. അപ്പോൾ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാമത്തെ ലെയറിൽ കുറച്ചും കൂടി പ്ലീറ്റ്സ് ഞാൻ അടുപ്പിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള തുണിക്കനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. നല്ല വീതിയുള്ള നൈറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള തുണികളൊക്കെ കിട്ടുമായിരുന്നു. അതാ 3 ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം ഒന്ന് മടക്കി വേണ്ടുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മോടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു വൈറ്റ് ലേസോ അല്ലെങ്കിൽ ഒരു പിങ്ക് ലേസോ ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഒരു മോഡേൺ ആക്കി എടുക്കാം. ഇതൊരു 1/2 ഇഞ്ചിൽ മടക്കി എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കാം. സ്കേർട്ട് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അരവണ്ണത്തിൻ്റെ 3 ഇഞ്ച് കുറവിലാണ് ഇലാസ്റ്റിക് എടുത്ത് കൊടുക്കേണ്ടത്. ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് യോജിപ്പിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തയ്ച്ചിട്ട് നമ്മൾ ഓപ്പൺ കൊടുത്ത ഭാഗം ക്ലോസ് ചെയ്ത് തയ്ക്കുക. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3 ലെയറായിട്ട് നല്ല ഫ്ലെയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. പഴയ നൈറ്റി കളറൊന്നും മങ്ങാതെ നമുക്ക് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ പാൻറ്റും സ്കേർട്ടൊക്കെ വേറെ മോഡലിൽ തയ്ക്കുന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.